എവരിബഡി, ഞാനൊരു ഫാം വിസിറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. വാദി അൽ അമ്രാദി എന്ന് പറയുന്ന ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഫാമിലെത്തി. ജസ്റ്റ് ഫാമിനകത്തോട്ട് കയറുകയാണ്. ഞാൻ ഫാമിൻ്റെ ഇത് കാണിച്ചു തരാം. വാദി അൽ അമ്രാദി. Your destination is on the left. ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കുറച്ച് പണി നടക്കുന്നുണ്ട്. കിച്ചൻ, പണിക്കാരൻ്റെ റൂമാണ്. ഈന്തപ്പന തോട്ടം, പിന്നെ കുറേ ചെടികൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകളുടെ അക്കോമഡേഷനാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനുള്ളിലോട്ട് നല്ല പ്ലാൻ കാര്യങ്ങളും ചെടികൾ, പിന്നെ മാൻ, മുയൽ, മയിൽ ഇവയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ വിശേഷങ്ങൾ വീണ്ടും അറിയിക്കാം. അകത്ത് തക്കാളി ഇതിൻ്റെയൊക്കെ തോട്ടമാണ്. അപ്പോൾ അതിന് അതിൻ്റെ അവിടെ വലിയ ഫാൻ വെച്ചെടുത്തിരിക്കുകയാണ്. ഉള്ളിലോട്ട് പിന്നീട് കയറും വിശദമായിട്ട് കാണിക്കാം. ഇവിടെയുണ്ട് വലിയ ഫാനുകൾ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള പ്ലാന്റിംഗ് ആണ്. ഇവിടെയൊക്കെ ഇതിനകത്ത് ചെറിയ ലവ് ബേർഡ്സിൻ്റെ കൂട്. ഇതാ മാന്. ഉണ്ടോ മാൻ? നല്ല വെയിലാണ് ഇവിടെ കേട്ടോ. എൻ്റെ ഫോട്ടോ അത്ര ഒരു ക്ലിയർ ആവുന്നില്ല. മാനിൻ്റെ മാനിന് വിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ട പ്ലാന്റ്, അവരുടെ സ്ഥലം. വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീറ്റ ഇത് ഇട്ട് കൊടുക്കും. കോഴികളുടെ കൂവലും എല്ലാം കേൾക്കുന്ന കണ്ടില്ലേ? നല്ല സെറ്റപ്പേട്ടാ. ഒന്നും പിടിച്ച് അപ്പോഴേ കത്തി.
ചിക്കൻ. ചിക്കൻ ഓ 300 പെർ വീക്ക് ഒരു വർഷം. കൊച്ചു കൊച്ചു കോഴി ഇതൊക്കെ നാടനല്ലേ. അതിൻ്റെ പിന്നിൽ അടുത്ത സെക്ഷനായിട്ട് വീണ്ടും കുറേ കോഴികൾ. അവർക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. വെള്ളം കുടിക്കുന്നതിനും ആഹാരം കഴിക്കും ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഉള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാൻ വെച്ചിട്ടുണ്ട്. 2 ഫാനുണ്ട്, വലിയ ഫാന്. അപ്പോൾ ചൂട് ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ മണലാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. എല്ലാം നല്ല ഫ്രഷ്, നല്ല ഉഷാറായിട്ട് നീക്കുന്ന കോഴികൾ. ആ ഈന്തപ്പനകളുടെ തോട്ടം. ഇവിടെ ഇതെന്ത് കൃഷിയാ? അല്ല ഇതെന്താ ഇപ്പം ഇത് എന്താണെന്നറിയില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതാ പപ്പായ, മാവ്. മുകളിൽ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വെയിൽ ഡയറക്റ്റ് വന്നടിക്കത്തില്ല. അപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആടിൻ്റെ ആലയമാണ്. ചെമ്മരിയാട്. ആടിൻ്റെ വർഗത്തിൽപ്പെട്ട സാധനം ചെമ്മരിയാട്. അതിന് ദേഹം ചൊറിയാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം ഉണ്ട്. അതായത് കണ്ടോ, അതിന് ദേഹം വന്നിട്ട് ഇതിട്ട് ഒരച്ച് അതിൻ്റെ ചൊറിച്ചിന് മാറ്റുക. ഭക്ഷണം കൊടുക്കാൻ, വെള്ളം കുടിക്കാനുള്ള സൗകര്യം. ഹലോ. നമ്മുടെ നാട്ടിൽ കാണാത്ത ആട്. എല്ലാത്തിൻ്റെയും ചെവിയിൽ കണ്ടോ ടാഗ് കുത്തിയിട്ടുണ്ട്. ടാഗ് വെച്ചിട്ടുണ്ട്. ടാഗ് അവിടെ എന്തുവാ? നമ്മുടെ കാളക്കുട്ടൻ. ഹായ് 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 ഹായ്. രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? ആണുങ്ങൾ. എത്ര കിലോ വരും? 600 കിലോ എങ്കിലും ഉണ്ടാവും. അതിനും കൂടുതൽ ഉണ്ടാവും. ചെറുതാണെന്നോ? കൊമ്പൊക്കെ ചെറുത്. ടാഗ് വെയിലടിക്കുന്നത് കാരണേ കറക്റ്റ്. എണ്ണയൊക്കെ തേച്ചാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ നല്ല കഴി എന്നും കുളിപ്പിക്കുമായിരിക്കും. ഇത് മജ്ലിസാണ്. അവരുടെ കുട്ടികൾ കളിക്കാനുള്ള ഏരിയയും സ്ഥലമൊക്കെ ഉണ്ട്. മജ്ലിസ്.
ഇതാണ് മജ്ലിസ്. ഇവിടെ ചെറിയൊരു സ്വിമ്മിങ് പൂളാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു അല്ല എന്താ മജ്ലിസ് ഇരിക്കാൻ വേണ്ടി മജ്ലിസായിട്ട് ഇതിവിടെയാണ് ഇരുന്ന് സംസാരിക്കുക. അകത്തുമുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്. പിന്നെ ഇതുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. ഇവിടെ ഇപ്പോൾ അവർ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് മണ്ണിൻ്റെ ടെസ്റ്റ് നടക്കുകയാണ്. ഈ മണ്ണിൻ്റെ ടെസ്റ്റ് എടുത്ത് മുനിസിപ്പാലിറ്റിയിൽ അപ്രൂവൽ അയക്കുമ്പം മണ്ണിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഈസി ആവുമെന്നാണ് ഇവിടെ നിന്ന് ആൾ പറഞ്ഞത്. പ്രാവിൻ്റെ കൂടെ വണ്ടിതോ പോണ്. ഇറങ്ങുന്നു, ഇങ്ങോട്ട് വരുന്നു. നമ്മളെ കൂടെ അങ്ങോട്ടാക്കാം. മയിലിൻ്റെ കൂട്ടിലോട്ടാണ് പോകുന്നത്. ഇതാ അയവ എന്താ മയിലുകൾ. ഇതാ ഒരു മയിൽ അങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഒരു മയിൽ അവിടെ ഇരിക്കുന്നൊരു സൈഡിൽ. ഇപ്പുറത്ത് ടർക്കി കോഴീസ്. ടർക്കിക്ക് തന്നെ ഒരു 10 കിലോയ്ക്ക് പുറത്ത് വരും. മയിലൊന്നും വിരിച്ചിട്ടില്ല. മയിൽപ്പീലേക്ക് വാരി അടുക്കി വെച്ചിരിക്കുമ്പോൾ ആ പീലി ഒന്ന് വിടർത്തി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താ ഭംഗിയാന്ന് നോക്കിയേ. ഇത് ആൺമയിലും അപ്പുറത്ത് കാണുന്നത് അത് പെൺമയിലും. ഒട്ടും റൊമാൻറ്റിക് എല്ലാം തോന്നുന്നു. ഈ മയിൽ റൊമാൻസ് വരുമ്പോഴാണ് അവർ മയിൽപ്പീലി വിടർത്തി കാണിക്കുന്നതാണെന്ന് തോന്നുന്നത്.
പെൺമയിലിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്പറാണ്. കടിക്കോ? കടിച്ചു കടിക്കൂടാ. അല്ല, മുകളിൽ പല്ലില്ല ഇതിന്. ഇത് കണ്ട് ടാഗ് വെച്ചേക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ആടിനെ വളർത്തണമെന്ന് വലിയ ആഗ്രഹം. എടാ കടിച്ചു തന്നു കഴിഞ്ഞാ ഇതിന് മുകളിൽ പല്ലില്ല, താഴെ മാത്രമേ ഉള്ളൂ പല്ല്. ആര് പറഞ്ഞു? തന്നതാ, നോക്കൂ. ഓ, കാണിക്കില്ല. കണ്ട, വാ തുറന്നേ. കണ്ട, മുകളിൽ പല്ലില്ല. ഓ, ഇതാര്? വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളമുണ്ട് എല്ലാം. ഇവിടെ ഇപ്പുറത്ത് വേറെ ഫാനൊക്കെ ഇട്ട് അങ്ങനെ തണുത്ത് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫാനെല്ലാം ഉണ്ട്. ഹലോ, ഹൗ ആർ യു? വലിയ സൈസ് എല്ലാം ആണ് കേട്ടോ. ഇവിടെ ഉണ്ടോ? ഇതൊക്കെ പെണ്ണാടാ. പാല് കറവുള്ള പാല്. മയിൽ പീലി വിരിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും പോകാതിരുന്ന നല്ല ഇതാണ്. അയ്യവ എന്താ ഭംഗിയല്ലേ. അയ്യവ ഭാഗ്യത്തിന് നമുക്കത് കിട്ടി. ഓഹോ,